നല്ല ഒറിജിനൽ നീം തുളസി സോപ്പ് ഉണ്ടാക്കിയെടുത്താലോ? തലയിലെ താരനും അതുപോലെ പേൻ ശല്യവും അതുപോലെ മുഖക്കുരുവൊക്കെ ഉള്ള കുട്ടികൾക്ക് നല്ലൊരു കിടലൻ സോപ്പാണ് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഒറിജിനൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അതും വെറും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീമിൻ്റെ ലീഫും അതുപോലെ തുളസി ലീഫുമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എല്ലാം ഇവരുടെ വീടിൻ്റെ ഒക്കെ പരിസരത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുറച്ച് സംഘടിപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല തലയിൽ താരനൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് വെച്ചിട്ട് തല കഴുകി കളഞ്ഞാൽ മതി. നമുക്ക് ഷാമ്പൂവിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5-6 എതളുകൾ ഇതുപോലെ നടത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ നീമിൻ്റെ. പിന്നെ ഇതുപോലെ ഒരു കുറച്ച് തുളസി. അപ്പോൾ ഈ തുളസിയും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ തലയിൽ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെയൊക്കെ തലയിലാണെങ്കിൽ താരനാണെങ്കിലും പെയിൻഷെല്ലൊക്കെ ആണെങ്കിലും മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത് കറക്കിയെടുക്കാൻ നേരത്തെ ഒരു ഇത്തിരി വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഇതൊന്ന് കറങ്ങി അരഞ്ഞ് വരാനുള്ള അതിൻ്റെ വെള്ളം എടുത്തൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോപ്പിൽ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ച് നോക്കാം കേട്ടോ, ലീഫ് വല്ലതും കൊണ്ട് തടയുന്നുണ്ടോ എന്ന്. അപ്പം ലീഫ് തടയുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കത് അരിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഫുള്ളായിട്ടൊന്ന് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫുൾ അങ്ങോട്ട് കൊട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ലീഫ് ഇല്ലാത്ത രീതിയിൽ തന്നെ അരിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തോ. ഇത് പിയേഴ്സിൻ്റെ സോപ്പല്ല കേട്ടോ. ഇത് നമ്മൾ കുടുംബശ്രീ ചേച്ചിമാരൊക്കെയും മിക്ക കടകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. 20 രൂപയുടെ കുഞ്ഞ് സോപ്പുണ്ട്. അപ്പം അത് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പം മിക്ക കടകളിലും ഉണ്ട് ആ സോപ്പ് ഇരിപ്പുണ്ട്. നല്ലൊരു പിയേഴ്സ് സോപ്പിൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഈ സോപ്പ് ബേസൊക്കെ വെച്ച് ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ സോപ്പ് ബേസ് വെച്ച് ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന് മണമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് നല്ലൊരു പിയേഴ്സിൻ്റെ മണവും കിട്ടുകയും ചെയ്യും. നമുക്ക് അധികം പൈസ ചിലവുമില്ല. നമുക്ക് സോപ്പ് ബേസ് വാങ്ങണതിന് ആ കാശ് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. നമുക്ക് 2-3 സോപ്പ് ഒറ്റ സോപ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ലാഭിക്കാം കേട്ടോ. അപ്പം ഇത് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം, സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ. അത് നമുക്ക് ഏകദേശം ഒരു മുങ്ങി ഇരിക്കാവുന്ന രീതിയിലൊരു പാത്രം ഇതുപോലെ ഇറക്കി വെക്കണം കേട്ടോ. ഇച്ചിരി കുഴിയുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് വെള്ളം തെറിച്ച് നമുക്കത് ഇത് ഉരുകി വരാൻ ഇച്ചിരി താമസം വരും കേട്ടോ. അപ്പം നമുക്ക് ഇത്തിരി ഒന്ന് കുഴിയായിട്ടിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രം വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കാം. വെള്ളം തിളപ്പിക്കണം കേട്ടോ. വെള്ളം തിളപ്പിച്ചിട്ടൊന്ന് സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഇതുപോലെ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് തീ ഒരു 2-3 ആക്കിയിട്ട് ഒന്ന് തീ കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുക്കണേ. ഇനിയിപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ചെരിഞ്ഞിൻ്റെ അകത്തേക്ക് വെള്ളം കയറാത്ത രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് മെൽറ്റായി കിട്ടും, ശരിക്കും മെൽറ്റായി വരും. ഇത് രണ്ടിലോട്ടും തന്നെ തടയാത്ത രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. ഇത് നല്ല മണമുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1-2 ഐറ്റം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളവിടെ അവിടെ അരച്ച് വെച്ചേക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമ്മൾ തുളസിയുടെ നീമിൻ്റെ അത് ഞാൻ അളവ് കാണിച്ചു തരട്ടെ. ഇത് നമ്മളത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന കുഞ്ഞ് ഗ്ലാസ്സിനകത്താണെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വരാവുന്ന രീതിയിൽ. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സോപ്പിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടും. അല്ലെങ്കിൽ ഈ ചില കുട്ടികൾ പറഞ്ഞൊക്കെ സോപ്പ് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല, ഷാമ്പു പോലെ ആയിപ്പോയിന്ന്. ഇപ്പോൾ ഷാമ്പു പോലെ ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം, ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാം. ഒന്ന് വെള്ളം നമുക്കൊന്ന് കലക്കിയിട്ട് തലയിലോ മുഖത്തൊക്കെ തേക്കാനും നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കുണ്ടല്ലോ ഈ ഗ്ലിസറിൻ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഗ്ലിസറിൻ ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഈ ഗ്ലിസറിൻ നമുക്കുണ്ടല്ലോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്കിന്ന് ഭയങ്കര ഒരു ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ, അതുപോലെ തലമുടിയൊക്കെ നല്ല സ്പോഞ്ച് പോലെ നല്ല പഞ്ഞു പോലൊക്കെ ഉള്ള മുടിക്ക് നല്ല ഗ്ലേസിംഗ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലിസറിൻ വാങ്ങാം. ഒരുപാട് വിലയൊന്നുമില്ല, ഒരു 10-30 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കുപ്പിയിൽ ഗ്ലിസറിൻ കിട്ടും. അപ്പോൾ ഒരു ഗ്ലിസറിൻ നമുക്കൊരു 5-6 തുള്ളി ഇതുപോലെ എടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലിസറിൻ ഒഴിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗ്ലിസറിൻ ഒഴിച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനായിട്ടും അതുപോലെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ഒക്കെ നല്ലതാണ്. നമുക്ക് മുടിയൊന്നും ഡ്രൈ ആവാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതുപോലത്തെ നമുക്ക് ഒരു മൗൾഡ് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. കുപ്പിയുടെ അടി വെട്ടിയെടുത്താൽ മതി. സാധാ കുപ്പിയുടെ കടി ഉണ്ടല്ലോ, വെള്ളക്കുപ്പിയുടെ കടി. അല്ലെങ്കിൽ നമുക്ക് നമുക്ക് എടുത്ത് വയ്ക്കുന്ന നമ്മൾ കറിപ്പാത്രമോ ചെറിയ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റീൽ പാത്രങ്ങൾ അതിലൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മൗൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ മൗൾഡിലേക്കാണ് ഒഴിക്കുന്നതെങ്കിൽ നേരിട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം കുപ്പിയുടെ കടി വെട്ടിയിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ ഇത്തിരി എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ നമുക്കത് സെറ്റായി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കത് കൊട്ടുമ്പോൾ പെട്ടെന്ന് ചാടിപ്പോരും കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റില്ലാത്ത ആളുകൾ, ഫ്രിഡ്ജില്ലാത്ത ആളുകൾ നമുക്ക് വെളിയിലേക്ക് എടുത്ത് വെച്ചാൽ മതി. വെയിലുണ്ടല്ലോ, വെയിലുള്ള സമയത്ത് ഒരു 1-2 മണിക്കൂർ നേരം വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായി കിട്ടും.
ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു അരമണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് നല്ല ശരിക്കും ഒരു സോപ്പിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സോപ്പ് നമ്മൾ സാധാ സോപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ തലയിലൊക്കെ കഴുകി നമ്മൾ തല കഴുകുകയൊക്കെ ആണെങ്കിൽ താരനൊക്കെ ഉള്ള കുട്ടികൾക്ക് താരം മാറാനായിട്ടും പെൻസിലൊക്കെ ഉള്ള കുട്ടികളുടെ തലയിൽ പെൻസിലൊക്കെ കുറയാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു സ്റ്റീലിൻ്റെ അതിനകത്ത് എടുത്തതുകൊണ്ട് തന്നെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് കിള്ളി ഒന്ന് പൊക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടില്ലേ പാവല്ലേ കുഞ്ഞിത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നമുക്കിത് നല്ല പാതയാണ് കണ്ടില്ലേ, ഇതിങ്ങനെ സോപ്പിട്ട് പതിപ്പിക്കുമ്പോൾ തന്നെ നല്ല മണോ നല്ല പാതയൊക്കെയുള്ള സോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 2-3 സോപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം, ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത് നോക്ക്. പിന്നെ മുഖക്കുരുവൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ രാത്രി സമയങ്ങൾക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി കിടക്കുവാണെങ്കിൽ ശരിക്കും ആ മുഖത്ത് കുരു മാറാനൊക്കെ ആയിട്ടും അതുപോലെ സ്കിൻ ഇൻഫെക്ഷനൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ചൊറിച്ചിൽ ചൂടുകുരൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ലതാണ്, സ്കിൻ നല്ല സോഫ്റ്റ് ആവാനായിട്ടും നല്ലൊരു ഗ്ലേസിങ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലൊരു സോപ്പാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കുക, ഈസി അല്ലേ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായെങ്കിൽ ഒന്ന് ഫോട്ടോ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടാൽ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഫോളോ ആയിട്ട് സംസാരിക്കും, ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ബൈ.